ഹായ്, അസ്സലാമു അലൈക്കും. നമുക്കിന്നൊരു ചെറുപയർ കറി ഉണ്ടാക്കിയാലോ? അതെങ്ങനെയാണെന്ന് നോക്കാം. അതിനായി ഞാനിവിടെ ഒരു വെല്ലുള്ളി, ഒരു തക്കാളി, ഒരു 3-4 പച്ചമുളകും കുറച്ച് കറിവേപ്പില എടുത്തിട്ടുണ്ട്. പിന്നെ ഇത് 1 കപ്പ് ചെറുപയർ ഞാൻ ഒരു 3-4 മണിക്കൂർ സോക്ക് ചെയ്ത് വെച്ചതാണ്. ഇനി നമുക്കിത് കഴുകിയെടുത്ത് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നീട് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത തക്കാളിയും പച്ചമുളകും വെല്ലുള്ളിയും അതേപോലെ കറിവേപ്പിലയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് വേണ്ടത് കുറച്ച് മഞ്ഞൾപ്പൊടിയും അതേപോലെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, അതേപോലെ ഒരു 1/2 ടീസ്പൂൺ മുളകിൻ്റെ പൊടിയും കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ഒരു 2 ഗ്ലാസ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് ചെറുപയർ വേവാനുള്ള വെള്ളം. ഇനി നമുക്കിതൊന്ന് അടച്ചു വെച്ച് വേവിക്കാം. ഒരു 5-6 വിസിൽ വരുന്നത് വരെ ഇത് വേവിച്ചെടുക്കാം. നമുക്കൊരു മിക്സിയുടെ ജാറിൽ കുറച്ച് തേങ്ങ എടുക്കാം. അത് തേങ്ങാപ്പാൽ ഒഴിച്ചിട്ടുള്ള കറിയാണ് ഞാനിവിടെ ഉണ്ടാക്കുന്നത്, അതിനു വേണ്ടിയാണ്. അപ്പോൾ അതിലേക്ക് കുറച്ച് വെള്ളം ചേർത്ത് നമുക്കിതൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ തേങ്ങാപ്പാൽ എടുത്തു വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ചെറുപയർ വെന്തു എന്ന് നോക്കാം. അപ്പം ചെറുപയർ നല്ലോണം വെന്ത് വന്നിട്ടുണ്ട്. ഇതൊന്ന് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ എല്ലാവരും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പം നല്ലോണം ഒന്ന് തിളച്ച് വരുന്നുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കുക. ഒന്നുകൂടി നല്ലോണം ഒന്ന് മിക്സ് ചെയ്യുക. ഉപ്പെല്ലാം ഉണ്ടോ എന്ന് നല്ലോണം ഒന്ന് നോക്കണം. അപ്പോൾ ഇതിൽ ഉപ്പെല്ലാം ഇപ്പോൾ കറക്റ്റാണ്. ഇനി നമുക്കിതൊന്ന് ഒന്നുകൂടി തിളപ്പിച്ചെടുക്കാം. ഇനി നമുക്കിതൊന്ന് വറവിടാം. അതിനായി ഞാനിവിടെ ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ എടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ കടുക്, അതേപോലെ ഒരു 3-4 വറ്റൽമുളകും കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതൊന്ന് കടുകൊന്ന് പൊട്ടി വന്നാൽ നമുക്ക് നേരത്തെ ഉണ്ടാക്കി വെച്ച ചെറുപയറിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് വേഗം ഒന്ന് അടച്ചു വെക്കണം. ഇതിന് സ്മെല്ല് പുറത്തേക്ക് പോകാൻ കണ്ടിട്ടാണ് അടച്ചു വെക്കുന്നത്. ഇപ്പം അടിപൊളി ചെറുപയർ കറി റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് ദോശക്കും പുട്ടിനും ഒക്കെ കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി കറിയാണ്. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. താങ്ക്